ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടോ. പ്രത്യേകിച്ച് സൈനസൈറ്റിസ് മൂലം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മൾക്കിടയിലുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് ഫലപ്രദമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം ഞാനും വളരെ കാലമായിട്ട് സൈനസൈറ്റിസ് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ടാബ്ലറ്റ്സ് ഇതിന് പ്രതിവിധി എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കാണ് പ്രതിവിധി. ഇത് കൂടി ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ മാത്രമേ ഇത് മാറൂ എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ ഇത് കഴിച്ച് മടുത്ത് ഇന്ന സാഹചര്യത്തിലാണ് എനിക്ക് ഇങ്ങനെ ഒരു കുറച്ച് ടിപ്സുകൾ കിട്ടിയത്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് ഫലപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ സൈനസൈറ്റിസ് എന്താണെന്നൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് പറയാം കേട്ടോ. സൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നെറ്റിക്ക് മുകളിൽ മൂക്കിൻ്റെ ഇവിടെ കണ്ണിൻ്റെ ഈ സൈഡിലൊക്കെയുള്ള വായുവിനാൽ നിറയ്ക്കപ്പെട്ട ചെറിയ അറകളാണ് കേട്ടോ സൈനസ്. അപ്പോൾ ആ സൈനസിലുണ്ടാകുന്ന ഇൻഫെക്ഷനാണ് സൈനസൈറ്റിസ്. അപ്പോൾ ചില ആൾക്കാർക്ക് സൈനസൈറ്റിസ് ഉണ്ടാകുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നന്നായിട്ട് വെയിൽ കൊണ്ട് വേർപ്പിറങ്ങുമ്പോഴും, അല്ലാതെ മഴ നനഞ്ഞാലോ, അല്ലാതെ തണുപ്പടിച്ചാലോ, തണുത്ത കാറ്റടിച്ചാലോ, എന്തിനാ ചെറിയ കാറ്റടിച്ചാൽ പോലും പൊടി അടിച്ചാലോ ഒക്കെ സൈനസൈറ്റിസ് ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തലവേദന, കഫം, ഇവിടെയെല്ലാം കഫം നിറഞ്ഞിട്ട് തലവേദന ഭയങ്കരമായിട്ട്, ഇവിടെയൊക്കെ പെയിൻ ഉണ്ടാവും, ഇവിടെയൊക്കെ അങ്ങ് കഫം നിറഞ്ഞ് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അപ്പോൾ ഇതിനെല്ലായിട്ടുള്ളൊരു പ്രതിവിധി കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സൈനസൈറ്റിസ് ഉള്ളവർ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. കാരണം കണ്ടത് ചെയ്താൽ മാത്രമേ അതിനുള്ള ഫലം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഇതിൻ്റെ കൂടെ വേറെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇതിൻ്റെ മുകളിൽ ഉണ്ടല്ലോ, പുരുകത്തിൻ്റെ മുകളിൽ കൈ രണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ നിന്ന് സർക്കിൾ ഇങ്ങനെ ഇതേപോലെ പ്രസ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോകണം. ഓക്കെ. അപ്പം തിരിച്ചിങ്ങോട്ടും അതേപോലെ തന്നെ ഇവിടെ വന്നു. ഓക്കെ, അത് ഫസ്റ്റ് സ്റ്റെപ്പ് അതാട്ടോ. ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അതേ സെയിം രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇവിടെ വരെ എത്തുക, തിരിച്ച് അങ്ങോട്ട്. സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ രണ്ട് വിരൽ എടുത്തിട്ട് ഇവിടെ ഉണ്ടല്ലോ കവിളി സൈനസിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ സർക്കിൾ ഒരു 10 പ്രാവശ്യമൊക്കെ ചെയ്യുക. തിരിച്ചിങ്ങോട്ടും നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ചെയ്യാൻ കഴിയുന്നോ അത്രയും പ്രാവശ്യം ചെയ്യും കേട്ടോ, നോ പ്രോബ്ലം. ഇത് എത്ര പ്രാവശ്യം ചെയ്യുന്നോ അത്ര എഫക്റ്റീവാണ്. എന്നിട്ട് പിന്നെ ഇങ്ങനെ എടുത്തിട്ട് അവിടെ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്യുക. ഭയങ്കരമായിട്ടൊന്നും പ്രസ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ മൂക്കിലൂടെ ശ്വാസം വലിക്കുകയോ വിടുകയും ചെയ്യണം. വായ എപ്പോഴും അടഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ സെയിം ഇതേപോലെ തന്നെ ഇവിടെ മൂക്കിൻ്റെ ഈ ഭാഗത്ത് ഇതെല്ലാം ചെയ്യുമ്പോൾ വായ അടഞ്ഞിരിക്കണം. വായിക്കൂടെ നമുക്ക് ശ്വാസം പോകാൻ പറ്റില്ല. മൂക്കിക്കൂടെ മാത്രം ശ്വാസം എടുക്കുക, ശ്വാസം വിടുക. ഓക്കെ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കണ്ണിൻ്റെ ഈ ഭാഗത്ത് നിന്ന് താഴോട്ട് ഇങ്ങനെ കൊണ്ടുവന്നു ഈ ഭാഗത്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ തള്ളവിരലുണ്ടല്ലോ, ഈ വിരലും കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കണം. പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ശ്വാസം എടുക്കുക, പുറത്തേക്ക് ഇടുക. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ണിൻ്റെ ഇവിടെ ഉണ്ടല്ലോ, കണ്ണിൻ്റെ ഇവിടെ നിന്ന് ഈ ഭാഗത്ത് ഇതേപോലെ ഈ വിരൽ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ സർക്കിൾ ചെയ്ത് ഒരു സൈഡിട്ട് പിന്നെ ഇപ്പുറ സൈഡിട്ട് അങ്ങനെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം പറ്റുമോ അത്രയും പ്രാവശ്യം ചെയ്യുക. പിന്നെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചെയ്യുക. ഓക്കെ. ബാക്കി അടുത്ത വീഡിയോയിൽ പറയും.